സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ ഡെയിലി ഉള്ള ചൈതന്യ ചരിതാമൃതം സെഷനിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മള് ചൈതന്യ മഹാപ്രഭുവിന്റെ ബാല്യകാല ലീലകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ബാല്യകാല ലീലകള് സാധാരണ ചൈതന്യ മഹാപ്രഭുവിന്റെ ചൈതന്യ ഭാഗവതം എന്ന വൃന്ദാവൻ ദാസ് ഠാക്കൂറിന്റെ ഒരു പുസ്തകത്തിലാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഇവിടെ സംക്ഷിപ്തമായി മാത്രമാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ആ ലീലകള് പറയുന്നത്. എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു എന്താണ് തന്റെ അച്ഛനമ്മമാർക്ക് തന്റെ ബാല്യകാല ലീലകൾ കൊണ്ട് ആനന്ദം നൽകിയത് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇത്. അപ്പൊ നിങ്ങൾ കുറെ കഥകൾ കേട്ടു, ചൈതന്യ മഹാപ്രഭുവിന്റെ പാസ്റ്റ് ടൈംസ് കേട്ടു. ഇന്ന് നമ്മൾ 74-ാമത്തെ ശ്ലോകം മുതലാണ്. അതിനു മുന്നേ ഉള്ള 1-2 ശ്ലോകങ്ങളിൽ അതിന്റെ ആ സംഭവത്തിന്റെ, അതായത് ആ ഒരു ഒരു ഭയങ്കര വികൃതിയായിരുന്ന ചൈതന്യ മഹാപ്രഭുവിനെയാണ് നമ്മൾ ആ ഒരു ശ്ലോകങ്ങളിൽ കാണുന്നത്. കാരണം ചൈതന്യ മഹാപ്രഭു അമ്മയെയും അച്ഛനെയും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കി. മായാവാദ സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ അമ്മയോട് പറയുകയൊക്കെ ചെയ്തു. എന്താണ് ഭക്ഷണം കഴിക്കാൻ കൊടുത്തപ്പോ ഇത് മണ്ണ് തിന്നുന്നത് കണ്ട് അമ്മ ചോദ്യം ചെയ്യുമ്പോൾ ചൈതന്യ മഹാപ്രഭു പറയണു, നീ തന്നതും മണ്ണാണ്, ഞാൻ കഴിച്ചതും മണ്ണാണ്, പിന്നെ എന്താണ് വ്യത്യാസം എന്നൊക്കെ ചോദിച്ച് അതൊക്കെ നമ്മൾ കേട്ടു. 74-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അതിന് തൊട്ട് മുന്നുള്ള 2 ശ്ലോകത്തിലാണ് ആ ഒരു പാസ്റ്റ് ടൈം തുടങ്ങുന്നത്. നമുക്ക് ചൈതന്യ ചരിതാമൃതം 1:14-72 മുതൽ ഒന്നുകൂടി വായിച്ചു തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഇന്ന് 72-ാമത്തെ ശ്ലോകം ആ പാസ്റ്റ് ടൈം തുടങ്ങുന്ന ശ്ലോകമായതുകൊണ്ടാണ്. ഏകദിന സച്ചി ദേവി പുത്രേരെ ഭക്സിയ ഹരിബാരെ ഗേല പുത്ര ഗേല പലയ്യ. One day, Mother Sachi went to catch her son wanting to rebuke him, but he fled from the spot. ഒരു ദിവസം സച്ചിമാത എന്തോ വികൃതി കാണിച്ചതിന് പുത്രനെ ഭർസിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, തീരുമാനിച്ചു. പക്ഷെ പിടിക്കാൻ ചെന്നിട്ടും കുട്ടി ഓടിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ഉച്ഛിഷ്ട ഗർത്തെ ത്യക്ത ഹാണ്ഡിര ഉപര വസിയാഛേന സുഖേ പ്രഭു ദേവ വിശ്വംഭര. എന്താണ് അവിടെ ഉണ്ടായിരുന്നത്? എവിടെ ആയിരുന്നു? ഉച്ഛിഷ്ട ഗർത്തെ, അതായത് ഉച്ഛിഷ്ടങ്ങളൊക്കെ വലിച്ചെറിയുന്ന ഒരു കുഴി ഉണ്ടായിരുന്നു അവിടെ. അവിടെ വന്നിട്ട് ഹാണ്ഡീര ഉപര, അവിടെ കുറെ പോട്ട്സ്, മൺപാത്രങ്ങൾ ഭഗവാന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് അത് പുറത്ത് കളയുന്ന ഒരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയുടെ മേലെ കുറെ മൺപാത്രങ്ങൾ കിടന്നിരുന്നു. അതിന്റെ മേലെ പോയി ഇരുന്നു. ബൊസിയാച്ചേന സുഖേ, അതും വളരെ സന്തോഷത്തോടു കൂടി അവിടെ തന്നെ ഇരുന്നു. പ്രഭു ദേവ വിശ്വംഭര, വിശ്വംഭരൻ അതായത് മെയിൻറ്റെയിനർ ഓഫ് ദ യൂണിവേഴ്സ്, ഭഗവാന്റെ വേറൊരു പേരാണ്. എന്താണ് പറയുന്നത് പ്രഭുപാദ്? ഓൾദോ ഹി ഈസ് എ മെയിൻറ്റെയിനർ ഓഫ് ദ എൻറ്റയർ യൂണിവേഴ്സ്, once the Lord sat upon some rejected pots in the pit where the remnants of food were thrown after the pots had been used for cooking. അതായത് ആ ഭാഗത്ത് പ്രഭുപാദ് പക്വട്ടിൽ പറയണ എന്താണ്? ഭഗവാൻ വിഷ്ണുവിന് വേണ്ടിയിട്ട് ബ്രാഹ്മണന്മാർ ഡെയിലി എന്ത് ചെയ്യും? ഭോഗ നിവേദിക്കും. സാധാരണ അത് ചെയ്യുന്നത് മൺപാത്രങ്ങളിലാണ് കുക്ക് ചെയ്യുന്നത്.
അപ്പൊ അങ്ങനെ കുക്ക് ചെയ്യുന്ന മൺപാത്രങ്ങള് രണ്ടാമത് വീണ്ടും ഉപയോഗിക്കുകയില്ല. നമുക്കറിയാം ജഗന്നാഥ്പുരിയിലൊക്കെ 56 എന്താണ് പുക വന്നിട്ട് ഒരുപാട് തവണ ഭഗവാന് നിവേദിക്കാറുണ്ട്. അപ്പോ ആ പുകയെല്ലാം നിവേദിക്കുന്നത് കുക്ക് ചെയ്യുന്നത് ഒക്കെ എന്തിലാണ്? മൺപാത്രത്തിലാണ്. പക്ഷെ ഒരു തവണയിൽ കൂടുതൽ ആ മൺപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. അത് അതേപടി ഭക്തന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് പ്രസാദമായിട്ട് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ ഇപ്പോ ചൈതന്യ മഹാപ്രഭു അങ്ങനെ ഒരു എന്താണ് ഭോഗയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പോട്ട്സ് എവിടെയാണോ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നത് ആ വീട്ടില് ആ സ്ഥലത്ത് വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അതിന് മേലെ ഇരിക്കുകയാണ്. എന്തിനാണ്? ജസ്റ്റ് ടു ഗിവ് ഹിസ് മദർ എ ലെസൺ എന്നാണ് പ്രഭുപാദയുടെ എഴുതിയിരിക്കുന്നത്. എന്ത് ശിക്ഷയാണ് അല്ലെങ്കിൽ എന്ത് പാഠമാണ് അമ്മയ്ക്ക് നൽകാൻ പോകുന്നത്? സച്ചിയ സീക്കഹി കേനെ അശുചിച്ചു നീല ഗംഗാ സ്നാന കരയേ അപവിത്ര ഹൈല. ശച്ചിയ സീക്കഹെ, ശച്ചി വന്നിട്ട് പറഞ്ഞു, ശച്ചി മാത വന്നിട്ട് പറഞ്ഞു, കേനെ അശുചിച്ചു നീല, എന്തിനാണ് നീ അശുദ്ധമായതിനെയൊക്കെ തൊടുന്നത് കുട്ടി? ഗംഗാ സ്നാന കരയേ, പോയി ഗംഗയിൽ വീണ്ടും കുളിച്ചിട്ട് വരൂ. അപവിത്ര ഹൈല, നീ അപവിത്രനായിരിക്കുന്നു. അപ്പം എന്താണ് പറഞ്ഞത് അമ്മ? അമ്മ പറഞ്ഞു റിജക്റ്റഡ് പോട്ട്സ് ആണ് അത്, വേസ്റ്റ്, അതായത് നമ്മൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന സ്ഥലം. അതിന്റെ മേലെ കയറി ഇരിക്കുന്ന കണ്ടപ്പോഴേക്കും എന്താണ് കുട്ടിയോട് ശചിമാത പറഞ്ഞത്? എന്തിനാണ് വെറുതെ അഴുക്കിനകത്ത് വന്നിരിക്കുന്നത്? ഇത് സ്പർശിച്ചത് കൊണ്ട് നീ എന്ത് ചെയ്തിരിക്കുന്നു? നിന്റെ ദേഹത്ത് അഴുക്കായിരിക്കുന്നു, നീ വന്നിട്ട് ഇംപ്യൂർ, അപവിത്രനായിരിക്കുന്നു, പോയിട്ട് ഗംഗയിൽ കുളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഒരു വലിയ പാഠം അമ്മയെ പഠിപ്പിക്കുന്നു എന്നാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത്. 75-ാമത്തെ ശ്ലോകത്തില് പറയുന്നു, ഇഹാസു നിമാത്രകേ കഹില ബ്രഹ്മജ്ഞാന വിസ്മിത ഹയ്യ മാത കരയില സ്നാന. ഇഹാസു നിമാത്രകേ കഹില ബ്രഹ്മജ്ഞാന വിസ്മിത ഹയ്യ മാത കരയില സ്നാന. എന്താണ് ഇഹ ശുനി? ഇതൊക്കെ കേട്ടിട്ട് ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? ഒന്നും മിണ്ടാതെ പോയില്ല അവിടുന്ന്. മാതാക്കേ, മാതാവിനോട് കഹില ബ്രഹ്മജ്ഞാനമാണ് പറഞ്ഞു കൊടുക്കുന്നത്. വിസ്മിത ഹയ്യോ, അത് എന്താണ്? ഇത് കേട്ടപ്പോഴും ശചി മാത വിസ്മയിച്ചു പോയി. എന്താണ് ഈ കുട്ടി പറയണത്? വെറുതെ ചെറിയ കുട്ടിയാണ്, ബ്രഹ്മജ്ഞാനം പറയാനുള്ള എന്തല്ല പ്രായമല്ല കുട്ടിയുടേത്. അപ്പൊ ചെറിയ കുട്ടി എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയണതെന്ന് വിചാരിച്ച് ശചി മാത വന്നിട്ട് വളരെയധികം അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് എന്ത് ചെയ്തു? മാത കരയില സ്നാന. എന്നിട്ടും അത്ഭുതപ്പെട്ടു പോയെന്ന് പറഞ്ഞിട്ട് ശചി മാത സ്വന്തം പുത്രൻ ഈശ്വരനാണെന്ന് പറഞ്ഞിട്ട് ഭയഭക്തി ബഹുമാനങ്ങളോടെ പിന്നെ ചൈതന്യ മഹാപ്രഭുവിനെ അപ്രോച്ച് ചെയ്യുക അല്ലായിരുന്നു. അത് സ്വന്തം കുട്ടി തന്നെയാണ്. എന്താണ് അവനെ പറയുന്നത്? അവന് എവിടുന്നാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടണത് എന്ന് വിചാരിച്ചിട്ടും അമ്മ ബലമായി പിടിച്ചു കൊണ്ടുപോയി അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്? ഹിയറിംഗ് ദിസ്, Lord Chaitanya Mahaprabhu taught his mother about absolute knowledge. Although amazed by this, his mother forced him to take bath. ഇതും അതുപോലുള്ള ഒരു അബ്സല്യൂട്ട് നോളജിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ജ്ഞാനമാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്. പ്രഭുപാദ ഇവിടെ എന്താണ് അമൃത പ്രവാഹ ഭാഷ്യം എന്ന് പറയുന്ന ഒരു ഭക്തി വിനോദ് ഠാക്കൂറിന്റെ ഒരു പുസ്തകത്തിൽ നിന്നും ഈ ഒരു ലീലയെ എന്താണ് ചൈതന്യ മഹാപ്രഭു പഠിപ്പിച്ചത്? ബ്രഹ്മജ്ഞാനം എന്നാണ് ഇവിടെ ആരെഴുതിയിരിക്കുന്നത്? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് പ്രഭുപാദ തന്റെ പർപ്പട്ടിനകത്ത് ഭക്തി വിനോദ് ഠാക്കൂറിന്റെ അമൃത പ്രവാഹ ഭാഷ്യം എന്ന് പറയുന്ന പുസ്തകത്തിനകത്തുനിന്ന് എഴുതിയിരിക്കുന്നു. എന്താണ് ചൈതന്യ മഹാപ്രഭു അമ്മയോട് പറഞ്ഞത്? ചൈതന്യ മഹാപ്രഭു പറഞ്ഞ, അമ്മേ, ഇത് വന്നിട്ട് ശുദ്ധം, ഇത് വന്നിട്ട് അശുദ്ധം എന്നൊക്കെ പറയുന്നത് ഭൗതികമായിട്ടുള്ള വികാരങ്ങൾ മാത്രമല്ല, ഇമോഷൻസ് മാത്രമല്ല. അതിന് എന്തെങ്കിലും ബേസിസ് ഉണ്ടോ അല്ലെങ്കിൽ അടിസ്ഥാനമുണ്ടോ? നിങ്ങൾ ഭഗവാൻ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയത് ഈ പാത്രങ്ങൾക്കകത്താണ്, അപ്പൊ അത് ശുദ്ധമായിരുന്നു. പിന്നെ അത് ഓഫർ ചെയ്തതിന് ശേഷം എടുത്ത് ഈ കുഴിക്കകത്ത് കൊണ്ടിട്ടപ്പോഴേക്കും എങ്ങനെയാണ് അത് അശുദ്ധമായി മാറിയത്? അതായത് ഭഗവാനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പവിത്രം തന്നെയാണ്. അത് ഭഗവാന്റെ എനർജിയുടെ അല്ലെങ്കിൽ ശക്തിയുടെ ഒരു വിസ്തരണമായി കണക്കാക്കേണ്ടതാണ്. കാരണം അത് ഭഗവാനോട് ബന്ധപ്പെട്ടതായതുകൊണ്ട്, ഭഗവാൻ ശുദ്ധവും എപ്പോഴും പവിത്രവും ആയതുകൊണ്ട് ഈ വസ്തുവകകളും ശുദ്ധവും പവിത്രവും ആയി തന്നെ ഇരിക്കും.
സോ ഹൗ then may these pots be considered pure or impure? പിന്നെ എങ്ങനെയാണ് ഇത് പരിശുദ്ധവും അപവിത്രവും ഒരേ സമയം ആകുന്നത്? നിങ്ങൾ കുക്ക് ചെയ്തപ്പോ ഇത് പവിത്രമായിരുന്നു, ഇപ്പൊ ഇവിടെ കിടക്കുമ്പോ അതെങ്ങനെയാണ് അപവിത്രമാകുന്നത്? ഇതൊക്കെയാണ് ആ കുട്ടി അമ്മയോട് ചോദിക്കുന്നത്. അമ്മ ഇത് കേൾക്കുമ്പോ എന്ത് ചിന്തിക്കും? എങ്ങനെയാണ് ഇതിന് ഇത്തരത്തിലുള്ള പിന്നെ വാക്കുകളൊക്കെ എവിടെ നിന്നൊക്കെയാണോ ഈ കുട്ടി പഠിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോയി. എങ്കിലും അമ്മ തന്റെ കടമ മറന്നില്ല, പിടിച്ചു വലിച്ചു കൊണ്ടുപോയി എന്ത് ചെയ്ത് ഗംഗയിൽ പോയി കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് വന്നു. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ജ്ഞാനങ്ങളാണ് എനിക്കൊരു ബ്രെഡ് ചെയ്ത് തരുമോ? അതജി മ്യൂട്ടല്ല. സോ പലതരത്തിലുള്ള ജ്ഞാനങ്ങളാണ് ആര് പറയുന്നത്? ചൈതന്യ മഹാപ്രഭു പറയുന്നത്. എന്താണ് നമ്മൾ നേരത്തെ കേട്ടു, മായാവാദത്തിനെ കുറിച്ചൊക്കെ അമ്മയ്ക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക. ഇപ്പൊ പവിത്രത്തിനെ കുറിച്ചും അപവിത്രത്തിനെ കുറിച്ചും ഒക്കെ അമ്മയ്ക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്, അതും ചെറിയ പ്രായത്തിൽ. അതാണ് രസം. ഇതുവരെ എഴുത്തിനിരുത്തി പോലും ഇല്ല. ആ പ്രായത്തിലാണ് ഇത്തരം വലിയ വലിയ എന്താണ് ചെറിയ വായില് വലിയ കാര്യം പറയുക എന്നൊക്കെ നമ്മൾ പറയൂല്ലേ. ഈ പ്രായത്തില്, വേറെ ഒരു പ്രായത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഈ പ്രായത്തില് വലിയ വലിയ കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ദഹിക്കുകയില്ല. ചോദിക്കും, ആരാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവന് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നാണ് അമ്മയച്ഛനും ചോദിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് യശോദ മാതാവ് ഈ വളരെ അസ്റ്റോണിഷിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടി ചെയ്യുന്നത് കാണുമ്പോൾ യശോദ മാതാവിന് തന്റെ പുത്രൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് ചിലപ്പോ മനസ്സിലാകും. പക്ഷെ അത് യോഗമായയുടെ എന്താണ് യോഗമായയുടെ പ്രഭാവം കൊണ്ട് അമ്മ അത് മറന്നുപോകും. എന്താണ് അത് എന്തിനാണ് സാധാരണ ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് തന്റെ എല്ലാ ലീലകളും വൃന്ദാവനത്തിൽ കാണിക്കുന്നത് ആ കുട്ടികളുടെയും അമ്മയുടെയും ഗോപന്മാരുടെയും അവരുടെ ഇവരുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ്. പക്ഷെ അവരാരും ശ്രീകൃഷ്ണ ഭഗവാനെ അവിടുത്തെ ഈശ്വരനായി വന്നിട്ട് പിറ്റേ ദിവസം മുതൽ ആരാധിച്ചതായിട്ട് നമ്മൾ ഭാഗവതത്തിൽ എവിടെയും കാണുന്നില്ല. അവരെല്ലാം വന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തങ്ങളുടെ കൂട്ടുകാരനാണ്, തന്റെ സ്നേഹിതനാണ്, തങ്ങളുടെ പുത്രനാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ വീണ്ടും ദിനങ്ങൾ ചെലവഴിച്ചിരുന്നത്. എന്താണ് കാരണം? യോഗമായ. നമ്മൾ നേരത്തെ മഹാമായയുടെ കാര്യം പറഞ്ഞു. ഈ മായാവാദികൾ എപ്പോഴും പറയണ മായ 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 എന്ന് പറയുന്ന സാധനം എന്താണ്, അല്ലെങ്കിൽ അത് ആരാണ്? ആ വ്യക്തി ദുർഗ, അല്ലെങ്കിൽ മമ മായ ദുരത്യയ ദുർഗ, അതായത് ഭൗതിക ലോകത്തിൽ പ്രഭാവം കാണിക്കുന്നത്. ആ ഭൗതിക ലോകത്തിലെ പ്രഭാവം ഭഗവാന് മേൽ എങ്ങനെയാണോ ഇല്ലാത്തത് അതേപോലെ ആരുടെ മേലും ഇല്ല, പരിശുദ്ധ ഭക്തന്മാരുടെ മേലും ഇല്ല. പക്ഷെ പരിശുദ്ധ ഭക്തന്മാരുടെ മേൽ ഇനി ഒരു മായയുണ്ട്. എന്താണ് അത്? ഭഗവാന്റെ രസ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ അവരെ തന്റെ സ്പെഷ്യൽ മായയിലാണ് നിർത്തിയിരിക്കുന്നത്. അതെന്ത് മായയാണ്? അത് ആ സ്നേഹത്തിന്റെ ക്രയവിക്രയങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നതാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് യോഗമായയാണ് അവിടെ വിനിയോഗിക്കുന്നത്. സംവിത്, ശാന്തിനി, ക്ലാദിനി, ഇങ്ങനെ 3 തരത്തിലുള്ള എക്സ്പാൻഷൻസ് ആണ് യോഗമായയ്ക്കുള്ളത്. സംവിത്, ശാന്തിനി, ക്ലാദിനി. ഈ 3 എക്സ്പാൻഷൻസ് വന്നിട്ട് പൂർണ്ണമായിട്ടും തന്റെ ആധ്യാത്മിക ലോകത്തില് ഭക്തന്മാരോട് ക്രയവിക്രയം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭക്തന്മാരോട് സ്നേഹമസൃണമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഭഗവാൻ വിനിയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് യശോദാമാത ഭഗവാന്റെ വായില് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കൃഷ്ണന്റെ വായില് കുഞ്ഞരിപ്പല്ല് വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് യശോദാമാത. അപ്പോഴാണ് കൃഷ്ണൻ കോട്ടുവായി ഇടുന്നത്. കോട്ടുവായി ഇടുന്ന സമയത്ത് അമ്മ അതിനകത്തും ഭൂലോകം, ഭൂവർലോകം, മഹർലോകം പോലെയുള്ള വലിയ വലിയ പ്ലാനറ്ററി സിസ്റ്റത്തിനെയും ഒക്കെ കണ്ട് വിസ്മിതയാകുന്നുവെങ്കിലും പെട്ടെന്ന് അമ്മ വിചാരിക്കുന്നു, ഇതെന്താണ്? ഇത് എന്റെ ഭ്രമമാണ്, ഇത് എന്റെ കുട്ടി തന്നെയാണ് എന്നും പറഞ്ഞ് അമ്മ വീണ്ടും എടുത്ത് കൃഷ്ണനെ മാറോട് ചേർത്തു. കാരണം എന്താണ്? ഹരി സാധാരണത ആത്മജം. ഏതാണ് ഹരി എന്ന് പറയുന്നത്? ആരാണ്? യം ബ്രഹ്മ രുദ്ര വരുണ സ്തുന്വന്തി ദിവ്യസ്തവൈ എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തിയം സാമഗഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനഃ യസ്യ അന്തം ന വിദുഹു സുരാ അസുരഗണൈ ദേവായ തുഭ്യം നമഃ. ശുകദേവ ഗോസ്വാമി അവിടെ ഭഗവാനെ പ്രകീർത്തിക്കുകയാണ്. അന്തവും ഇല്ല, ആദിയും ഇല്ല, ആരും കണ്ടിട്ടുമില്ല അങ്ങനെയുള്ള ഭഗവാൻ
പിന്നെ വളരെ ദിവ്യങ്ങളായിട്ടുള്ള സ്തവങ്ങൾ കൊണ്ട് സ്തുതിക്കപ്പെടുന്നവൻ. ഇതാണ് ആരുടെ കയ്യിൽ ഇരിക്കുന്നത്? ആ പരമദിവ്യോത്തമ പുരുഷനാണ് ശിശുവായിട്ട് യശോദ മാതാവിന്റെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ബാല്യലീല ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഈ പ്രകാരം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ബാല്യലീല ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഭയഭക്തി ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് വണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭഗവാൻ ബാല്യലീല ആസ്വദിക്കുന്നത്? അതുകൊണ്ട് എത്ര തവണ ആ ഐശ്വര്യം പ്രകടിപ്പിച്ചാലും എന്താണ് തുമി ബടാ കോനിലോ അല്ല തുമി കോൻ ബടാലോ അമ്മി തുമ്മി ഷോം എന്നൊക്കെ പറഞ്ഞു കളയും. ആര്? കുട്ടികൾ. നീ ആരാണ്? നീ വന്നിട്ട് നന്ദബാബയുടെ മകനാണ്, ശരി തന്നെ, ഫ്യൂച്ചർ രാജാവാണ്, അതൊക്കെ ശരി തന്നെ. നന്ദബാബയ്ക്ക് 11 ലക്ഷം അല്ല 9 ലക്ഷം പശുക്കളേ ഉള്ളൂ, എന്റെ അച്ഛന് 11 ലക്ഷം പശുക്കളുണ്ട്, അതുകൊണ്ട് നിന്നേക്കാളും വലുത് ഞാനാണ് എന്നൊക്കെയാണ് ആ കുട്ടികൾ പറയുന്നത്. ആര്? കൃഷ്ണന്റെ കൂടെ കളിച്ചു നടക്കുന്ന കുട്ടികൾ. കൃത പുണ്യ പുഞ്ച എന്ന് ആര് പറയുന്നു? സുഖദേവ ഗോസ്വാമി അവിടെ പറയുന്നു. വെറും കുട്ടികളല്ല അവര്, അത്രയധികം പുണ്യങ്ങൾ വന്നിട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരു ഫസ്റ്റ് ടൈമാണ് ഇത്. വെറുതെ ഒരു സാധാരണ കുട്ടിയല്ല ഇത്. ആരാണ്? ശ്രീമൻ നാരായണൻ, പരമദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹം തന്നെയാണ് ശചി മാതാവിന്റെയും ശചി ഗർഭ സിന്ധു ഹരിന്ദു. ആരാണ്? ശചി ഗർഭം, അതായത് ശചി മാതാവിന്റെ ഗർഭം ഒരു സാഗരം പോലെ കാണുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് ഉദിച്ചു വന്ന ചന്ദ്രനാണ് ആര്? നമ്മുടെ ചൈതന്യ മഹാപ്രഭു. അദ്ദേഹമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? തന്റെ ലീലകൾ കൊണ്ട് അവിടെയെല്ലാം വിസ്മയിപ്പിക്കുന്നത്. അതും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആശ്ചര്യജനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ശചി മാതാവ് വിചാരിക്കും, എവിടെ നിന്നാണോ ഈ കുട്ടിക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ ആരാണോ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കും. 77ാമത്തെ ശ്ലോകം. സൊച്ചി ബോലെ യാഹ പുത്ര ഓല ഹബ പേരെ മാതൃ ആജ്ഞ പയ്യ പ്രഭു ചലീല ബാഹിരെ. ഒരു ദിവസം ശചി ബോലെ, ശചി മാത പറഞ്ഞു, യഹ പുത്ര, പുത്ര ഇങ്ങോട്ട് വരൂ, ബോല രാബ പേരെ, ഇത് അച്ഛനോട് നീ പോയി പറയൂ, അല്ലെങ്കിൽ അച്ഛനെ വിളിക്കൂ എന്ന് പറഞ്ഞു. മാതൃ ആജ്ഞ പയ പ്രഭു ചലീല ബാഹിരെ, അച്ഛനെ വിളിക്കാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു ചലീല ബാഹിരെ പുറത്തേക്ക് പോയി. വൺസ് മദർ സച്ചി ടോൾഡ് ദ ലോർഡ്, പ്ലീസ് ഗോ കോൾ യുവർ ഫാദർ. റിസീവിംഗ് ദിസ് ഓർഡർ ഫ്രം ഹിസ് മദർ, ദ ലോർഡ് വെന്റ് ഔട്ട് ടു കോൾ ഹിം. എന്ത് സംഭവിച്ചു? ചൈതന്യ മഹാപ്രഭുവിന്റെ കാൽപാദങ്ങൾ വന്നിട്ട് ഓടി ഇവിടുന്ന് അങ്ങോട്ട്, ചെറിയ കുട്ടി പാദങ്ങൾ വന്നിട്ട് ഓടി. പക്ഷെ ഒരു അത്ഭുതമായിരുന്നു അത്. ചലിത്തെ ചരണേ നൂപുര ബാജെ ഛന ഛന ശുനി ചമകിത ഹൈല പിതാ മാതർ മന. എന്താണ് പ്രശ്നം? കുട്ടികളാകുമ്പോ കാലിൽ കൊലുസുണ്ടാവും, പക്ഷെ നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലിൽ കൊലുസുണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ചലിത്തെ ചരണേ, അവൻ പുറത്തേക്ക് ഓടിയപ്പോ നൂപുര ബാജെ ഛന ഛന ഛൻ ഛൻ എന്ന് പറഞ്ഞിട്ട് നൂപുരം എന്താണ് കിലുങ്ങുന്ന ശബ്ദമാണ് കേട്ടത്. അതുകൊണ്ടാണ് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയത്. കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ കുട്ടിയായിരുന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ കാലില് ജഗന്നാഥ് മിശ്ര എന്ത് കെട്ടിയിരുന്നില്ല? നൂപുരം ഒന്നും കിട്ടിയിരുന്നില്ല. ചിലങ്ക കിട്ടുമോ ആരെങ്കിലും കുട്ടിയുടെ കാര്യത്തില്? ഒന്നും കിട്ടിയിരുന്നില്ല. ശുനീച്ച മക്കിത ഹൈല പിതാർ മാതർ മന. അമ്മയുടെ അച്ഛന്റെയും മനസ്സ് വിസ്മിതമായി. കാരണം when the child was going out, there was a tinkling of angle bells from his lotus feet. Hearing this, his father and mother were struck with wonder. Mishra kahe, "Ye bada adbhuta kahini, shishura shunya pade kene nupurera dhvani." എന്താണ്? മിശ്ര കഹേ, 79ാമത്തെ ശ്ലോകം. ഈ ബട അദ്ഭുത കഹിനി, ഇത് വളരെ അത്ഭുതമായിരിക്കുന്നുവല്ലോ. ശിശുരശൂന്യ പാദേ, ശിശുവിന്റെ ശൂന്യമായ പാദത്തിൽ, അതായത് പാദസരങ്ങൾ പോലും കെട്ടിയിട്ടില്ലാത്ത പാദത്തിൽ നിന്ന് എങ്ങനെയാണ് കേനെ നൂപുരൈര ധ്വനി, എങ്ങനെയാണ് നൂപുരത്തിന്റെ ധ്വനി വരുന്നത്? ജഗന്നാഥ് മിശ്ര പറയുന്നു, ദിസ് ഈസ് എ വെരി വണ്ടർഫുൾ ഇൻസിഡന്റ്. Why is there a sound of ankle bells from the bare feet of my child? അതും വളരെ അത്ഭുതാവഹമായിരുന്നു. എന്താണ് കാരണം? ശചി കഹേ ആരായേക അദ്ഭുത ദേഖില ദിവ്യ ദിവ്യ ലോക ആശി അങ്കണ ഭരില. അപ്പൊ സച്ചി മാത പറഞ്ഞു, ഇത് മാത്രമല്ല അത്ഭുതം പ്രഭു, ഇനിയും ഉണ്ട് അത്ഭുതം. ഞാന് വേറെയും കുറെ കാര്യങ്ങൾ കണ്ടു. ശചി കഹേ ആരായേക അദ്ഭുത ദേഖില, ഞാൻ വീണ്ടും അത്ഭുതം കണ്ടിരുന്നു. ദിവ്യ ദിവ്യ ലോക ആസ്തി അങ്കണ ഭരില, വളരെ ദിവ്യമായിട്ടുള്ള രൂപത്തോടു കൂടി ആൾക്കാർ, ദേവന്മാർ വന്നിട്ട് നമ്മുടെ മുറ്റത്ത്
ചൈതന്യ ഈ കുട്ടിയെ ദർശിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതാണ് അമ്മയും പറയുന്നത്. എന്ത് അത്ഭുതങ്ങളൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ വീട്ടിലെന്നാണ് അമ്മ ആലോചിക്കുന്നത്. മദർ സച്ചി സെഡ്, I also saw another wonder. People were coming down from the celestial kingdom and crowding the entire courtyard. അവർ തിക്കിത്തിരക്കി നിൽക്കുകയാണ്. എന്തിന്? ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടിയിട്ട്. എന്താണ് നമ്മുടെ വെങ്കടേശ്വര സുപ്രഭാതം, അതിൻ്റെ അകത്ത് ഒരു ഒരു ശ്ലോകത്തിന്റെ അകത്ത് പറയുന്നുണ്ട്, ശ്രീ സ്വാമി പുഷ്കരണികാപ്ലവ നിർമ്മലാംഗൈ എന്ന് പറയുന്ന ശ്ലോകത്തിനകത്ത് തുടങ്ങും. എന്താണ്? ശ്രീ സ്വാമി പുഷ്കരണികാപ്ലവ നിർമ്മലാംഗൈ. അതായത് ആ ഈറനോടുകൂടി ഈ ദേവന്മാരെല്ലാം വരി 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 വരിയായിട്ട് എവിടെ നിൽക്കും? വെങ്കടേശ്വരനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കും. എവിടെ? ഈ ഭൂലോക വൈകുണ്ഠം വെങ്കടേശ്വരൻ. അപ്പോ എന്ത് ചെയ്യും? ഇവരെല്ലാം വന്നിട്ട് കുളിച്ച് ഈറനായിട്ടാണ് വരുന്നത്. ഡ്രിപ്പ് ചെയ്യുവാണ് അവരുടെ ശരീരത്തിൽ നിന്ന് ഈ പുഷ്കരണിയിലെ വെള്ളം. അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവർക്ക് പോലും നമുക്കറിയാം വെങ്കടേശ്വരൻ എങ്ങനെയാണ് നമ്മൾക്ക് ദർശനം തരുന്നത്. നമ്മളെ ഒരു മിനിറ്റ് പോലും നമുക്ക് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് മനസ്സമാധാനമായിട്ട് നിൽക്കാൻ പറ്റൂല. സെക്യൂരിറ്റി ഗാർഡ്സ് ജറഗണ്ടി 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 എന്ന് പറഞ്ഞിട്ട് തള്ളി മാറ്റും. അപ്പൊ അതേപോലെ അവിടെ ആരെയാണ് ഇവിടെ തള്ളി മാറ്റുന്നത്? ഓരോരുത്തർക്കും വന്നിട്ട് എന്താണ്, ചിലപ്പോൾ അടിയും കിട്ടും ആ വടിയും കൊണ്ട്. അതേപോലെ അവിടെ പറയുന്നു, കൗസല്യ വെങ്കടേശ്വര സുപ്രഭാതത്തിൽ പറയുന്നു, ഇവരെല്ലാവരും വരിവരിയായിട്ട് നിൽക്കുമ്പോ അവർക്കെല്ലാം എന്ത് ചെയ്യുന്നു? ഈ ദേവന്മാരെല്ലാം വളരെ കഷ്ടപ്പെട്ട് വന്ന് പുഷ്കരണിയിൽ കുളിച്ച് ഈറനായിട്ട് ഇങ്ങനെ ലൈൻ ക്യൂ നിൽക്കുകയാണ് നമ്മളെ പോലെ. എന്തിനാണ്? വെങ്കടേശ്വരനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോ വെങ്കടേശ്വരൻ ദർശനം നൽകുന്ന സമയത്ത് ഈ ജയവിജയന്മാരും മറ്റ് അദ്ദേഹത്തിന്റെ അനുയായികളും ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എത്ര ദേവന്മാരുണ്ടാകും? ഒരുപാട് ദേവന്മാരുണ്ടാകും അല്ലേ? അപ്പൊ അവരെ എന്ത് ചെയ്യും? പെട്ടെന്ന് പറഞ്ഞു വിടും. നമ്മളെ പോലെ തന്നെ അവർക്ക് ഒരു മിനിറ്റ് പോലും കാണാൻ പറ്റുകയില്ല. ചിലപ്പോ അവർക്ക് അടിയും കിട്ടും. ആരുടെ കയ്യിൽ നിന്നും? അവരുടെ അടിയും കൊണ്ട് അവരുടെ കയ്യിൽ നിന്നും അടിയും കിട്ടും. അത് തല എത്രയുണ്ടോ അതിനനുസരിച്ചാണ് അടി കൊടുക്കണമെന്നാണ് പറയുന്നത്. വളരെ മനോഹരമായിട്ടാണ് വെങ്കടേശ്വര സുപ്രഭാതം നിങ്ങൾ വായിച്ചു നോക്കുക. കാരണം വെങ്കടേശ്വര സുപ്രഭാതത്തിനകത്ത് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ലൈൻ ശ്രീ സ്വാമി പുഷ്കരണിക പ്ലവ നിർമ്മലാംഗൈ എന്ന് പറയുന്ന ശ്ലോകത്തിലാണ് തുടങ്ങുന്നത്. ഇതേപോലെ സച്ചിമാത പറയുകയാണ്, നമ്മളുടെ മുറ്റത്ത് ആൾക്കാർ തിക്കും തിരക്കും കൂട്ടി നിൽക്കുകയാണ്. ആര്? ദേവന്മാര്. എന്തിനാണ്? ചൈതന്യ മഹാപ്രഭുവിനെ, അതായത് നിമയെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് ഞാനും കണ്ടിട്ടുണ്ട് അത്ഭുതം പോലെ എന്ന് പറഞ്ഞു. ഹനുമാന കരേ. സച്ചിമാത പറയുന്നു, ഹനുമാന കരേ. എന്താണ്? എന്തൊക്കെയോ ശബ്ദങ്ങൾ അവർ ഉണ്ടാക്കും. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ സൗണ്ടുകൾ അവർ ഉണ്ടാക്കും. എനിക്ക് മനസ്സിലാവുകയില്ല. സ്തുതി കരേ. അവര് പറയുന്നത് എന്താണ്? സ്തുതി പറയുകയാണ്. അതായത് സ്തുന്വന്തി ദിവ്യൈസ്തവൈ, അതല്ലേ നമ്മൾ കേട്ടത് മുമ്പ്. എന്താണ്? സ്തുതിക്കുകയാണെന്നാണ് തോന്നുന്നത്. അനുമാന കരി, ഞാൻ അങ്ങനെയാണ് അനുമാനിക്കുന്നത്. എന്തായിരിക്കും? സഹസ്രശീർഷ പുരുഷ എന്നൊക്കെ പറയുകയായിരിക്കും എന്ന് ശച്ചിമാത വന്നിട്ട് അനുമാനിക്കുന്നു. ആര്? ഈ ദേവന്മാര്. ഇതൊക്കെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് അമ്മയും അച്ഛനും ഡിസ്കസ് ചെയ്യുകയാണ്. ജഗന്നാഥ മിശ്ര എന്ന് പറയും 82, മിശ്ര പോലെ കിച്ചു ഹാക്കു ചിന്താ കിച്ചു നഹി വിശ്വംഭരേര കുശല ഹാവു ഹേമത ചായി. എന്താണ്? മിശ്ര പോലെ, ജഗന്നാഥ് മിശ്ര പറഞ്ഞു, കിച്ചു ഹാക്കു, ഒന്നും വിഷമിക്കേണ്ട, ഒന്നും എന്തൊക്കെയാണെങ്കിലും ചിന്താ കിച്ചു നഹി, നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിശ്വംഭരേര കുശല ഹാവു. എന്താണ്? പുത്രൻ കുശലൻ, അതായത് സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ മാത്ര ചെയ്ത് നമുക്ക് ഇത്ര മാത്രം മതി. കാരണം അവർക്ക് അതിനു മുന്നേ എത്ര മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. വിശ്വംഭരനും വിശ്വരൂപനും ജനിക്കുന്നതിന് മുമ്പ് ചൈതന്യ മഹാപ്രഭുവിന് ഒരുപാട് സഹോദരിമാർ ജനിച്ചിരുന്നു. ആ സഹോദരിമാരെല്ലാം വന്നിട്ട് ജനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അവര് മരിച്ചു പോവുകയാണ് ചെയ്യുക. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ കഴിഞ്ഞിട്ടാണ്, നമുക്കറിയാം, യശോദമാത ദേവകി മയ്യയും വസുദേവരും വന്നിട്ട് ഈ പുത്രനെ
സംഘർഷണൻ വന്നിട്ട് ആകർഷിക്കപ്പെട്ട് രോഹിണി മാതാന്റെ ഗർഭത്തിൽ പോയി. ഇൻ എഫക്ട് 7ാമത്തെ കുട്ടിയും നഷ്ടപ്പെട്ടു എന്നാണ് അവര് വിചാരിച്ചിരുന്നത്. ഗർഭത്തില് അലസിപ്പോയി എന്ന് വിചാരിച്ചു. അപ്പോ ഈ 6+7 അതിൽ 6 എണ്ണം എങ്ങനെയാണ് 6 കുട്ടികൾ മരിച്ചത്? അലൽ തൂക്കിയെടുത്ത് കൺമുന്നിൽ വെച്ച് അടിച്ചു കൊല്ലുന്നത് അമ്മ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ എത്രമാത്രം ദുഃഖമായിരിക്കും ദേവയ്ക്ക് വസുദേവന്മാരെ സഹിച്ചിട്ടുണ്ടാവുക അല്ലേ? അത് കഴിഞ്ഞിട്ട് ആണ് കാത്തിരുന്ന ഒരു മകൻ കിട്ടിയത്. പക്ഷെ അതും വന്നിട്ട് തങ്ങളുടെ കയ്യില് വളരാൻ വേണ്ടിയിട്ട് സാഹചര്യം അനുവദിച്ചില്ല എന്ന് പുത്രദുഃഖമായിരുന്നു. 12 വയസ്സ് വരെ ആ നന്ദഗേഹത്തിലാണ് പുത്രൻ എന്ന് വസുദേവർക്ക് അറിയാമെങ്കിലും ബാല്യകാല ലീല, അതായത് 11-12 വയസ്സ് വരെ ആ കുട്ടിയുടെ ലീല കാണാൻ വേണ്ടിയിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷൻ, സാധാരണ കുട്ടികളൊന്നും അല്ല, എന്താണ് പരമദിവ്യോത്തമ പുരുഷനാണ്. അദ്ദേഹത്തിന്റെ ലീല കാണാൻ വേണ്ടിയിട്ട് എത്ര ഉത്സുകനായിട്ടായിരിക്കും ആയിരിക്കുന്നത്, അച്ഛനും അമ്മയും ഇരിക്കുന്നത് അല്ലെ? എത്ര ആനന്ദകരമായിരിക്കും. പക്ഷെ അതിനുള്ള ഭാഗ്യം കിട്ടിയത് യശോദ, എന്താണ് യശോദശ്ച മഹാഭാഗ, എന്താണ് യശോദശ്ച മഹാഭാഗ. മഹാഭാഗ്യം കിട്ടിയത് യശോദ മാതയ്ക്കാണ്. നമുക്ക് ശചി മാതാവിന് ഇതുപോലെ ഭാഗ്യം കിട്ടി. പക്ഷെ ശചി മാതാവ് ഇടയ്ക്ക് ആലോചിക്കുന്നു നഷ്ടപ്പെട്ടു പോയ പുത്രിമാരുടെയും കുട്ടികളുടെ കാര്യം. അപ്പൊ അത് കാണുമ്പോ ജഗന്നാഥ് മിശ്ര പറയും, നമുക്ക് വേറെ എന്താണ് വേണ്ടത്? നമുക്ക് നിമായി ആനന്ദത്തോടെ ആരോഗ്യത്തോടെ നമ്മളുടെ മുമ്പില് നടന്നാ പോരെ. അപ്പൊ ജഗന്നാഥ് മിശ്ര റിപ്ലൈ, നെവർ മൈൻഡ് വാട്ട് ഇറ്റ് ഈസ്. എന്തൊക്കെ അത്ഭുതങ്ങൾ നടന്നാലും ഒരു പ്രശ്നമൊന്നുമില്ല. ദർ ഇസ് നോ നീഡ് ടു വറി. നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലെറ്റ് there always be good fortune for Vishwambara. This is all I want. എനിക്ക് ആകെ ഒരു കാര്യം മതി, ഈ കുട്ടി ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരുന്നാൽ മതി എന്ന് വിചാരിക്കും. അതായത് കുട്ടി ആരാണോ അവർക്ക് കാര്യമല്ല, അതായത് സ്വയം നാരായണനാണെങ്കിലും സാരമില്ല, അത് ആരോഗ്യത്തോടു കൂടി നമ്മളുടെ കയ്യിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണ് എന്നാണ് സാധാരണ ഒരു കുട്ടിയെ പോലെയാണ് നിമായി ആര് കാണുന്നത്? അച്ഛനും അമ്മയും കാണുന്നത്. പുത്രന്റെ മഹത്വം വന്നിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുന്നുണ്ട് എങ്കിലും പക്ഷെ ഒന്നും ജഗന്നാഥ് മിശ്ര, അതാണ് യോഗമായി, ജഗന്നാഥ് മിശ്രയും ശചി മാതാവും വന്നിട്ട് അങ്ങനെ ഒന്നും വിചാരിച്ച് നിമായിനെ എന്ത് ചെയ്തിരുന്നില്ല, വർഷിപ്പ് ചെയ്തിരുന്നില്ല. 83 ഏകദിന മിശ്ര പുത്രേര ചാപല്യ ദേഖിയ ധർമ്മ ശിക്ഷ ദില ബഹു ഭർസന കരിയ. എന്താണ് എന്താണ് ഡ്യൂട്ടി അച്ഛൻ്റെത്? തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശിക്ഷിക്കുക എന്നുള്ളത്. ഒന്നേ ഉള്ളെങ്കിൽ ഒലയ്ക്ക് തല്ലണം എന്നൊക്കെ പറയൂലേ, അതേപോലെ ഏകദിന മിശ്ര പുത്രേര ചാപല്യ ദേഖിയ ധർമ്മ ശിക്ഷ ദില ബഹു ഭർസന കരിയ. ഒരു ദിവസം എന്തോ വികൃതി കാണിച്ചു, ഭയങ്കര വികൃതിയായിരുന്നു. ചൈതന്യ ഭാഗവതത്തില് എന്തൊക്കെ വികൃതി തരങ്ങളാണ് അദ്ദേഹം നിമായി ഈ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് കാണിച്ചിരുന്നെന്ന് വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോ ഏകദിന മിശ്ര പുത്രേര ചാപല്യ ദേഖിയ, ഒരു ദിവസം മിശ്ര, ജഗന്നാഥ് മിശ്ര കണ്ടു കുട്ടി തെറ്റ് ചെയ്തു. പുത്രേര ചാപല്യ, അതായത് വികൃതി ചെയ്തു. അത് കണ്ടിട്ട് ധർമ്മ ശിക്ഷ ദില, നന്നായിട്ട് എന്ത് ചെയ്തു? ശിക്ഷ കൊടുക്കണം എന്ന് വിചാരിച്ചു. ഭർസന കരിയ, വഴക്കു പറഞ്ഞു. എന്താണ്? On another occasion, Jagannath Mishra, seeing the mischievous acts of his son, gave him lessons in morality after rebuking him greatly. വഴക്ക് പറയുക മാത്രമല്ല, gave lessons in morality, അതും കൂടി വേണം. ഇപ്പോഴത്തെ കുട്ടികളെ വഴക്ക് പറയാനും പാടില്ല, അടിക്കാനും പാടില്ല, എന്നാ പിന്നെ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാമോ അതും പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ജഗന്നാഥ് മിശ്ര നോക്കൂ, ആരാണ് പുത്രൻ? സാക്ഷാത് പരമദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹത്തിനെ തെറ്റ് ചെയ്തതിനെ ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ജഗന്നാഥ് മിശ്ര എന്ത് ചെയ്യുകയാണ്? അച്ഛന്റെ കടമയാണ് ജഗന്നാഥ് മിശ്ര എന്താണ് നിറവേറ്റുന്നത്? എന്താണ്? ഗേവ് ഹിം ലെസൺസ് ഇൻ മൊറാലിറ്റി ആഫ്റ്റർ റിബ്യൂക്കിംഗ് ഹിം ഗ്രേറ്റ്ലി. വഴക്ക് പറയുകയും ശിക്ഷിക്കുകയും മാത്രമല്ല ചെയ്യുന്നത്, നല്ലത് പറഞ്ഞു കൊടുക്കണം, എന്താണ് തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കി കൊടുക്കണം കുട്ടികൾക്ക്. 84 അത് കഴിഞ്ഞു. പക്ഷേ അന്നത്തെ രാത്രി ജഗന്നാഥ് മിശ്രയ്ക്ക് ഉറക്കത്തിൽ ഒരു അത്ഭുതകരമായിട്ടുള്ള സ്വപ്നമുണ്ടായി. രാത്രി സ്വപ്ന ദേഖേ ഏകാശി ബ്രാഹ്മണ മിശ്രേരേഖയെ ഖിച്ചു സരോഷ വചന. എന്ത് സംഭവിച്ചു? രാത്രി സ്വപ്ന ദേഖേ, രാത്രിയിൽ സ്വപ്നം കണ്ടു. ഏകാശി ബ്രാഹ്മണ, ഒരു ബ്രാഹ്മണൻ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിച്ചു. മിശ്രേരേഖയെ, മിശ്രയോട് ചോദിച്ചു. ഖിച്ചു സരോഷ വചന, നീ എന്തിനാണ് ഈ പ്രകാരം
ദേഷ്യപ്പെടുന്നത് ആ കുട്ടിയോട്? On that very night, Jagannath Mishra dreamt that a Brahmana had come before him, speaking these words in great anger. ഭയങ്കര ദേഷ്യത്തിലാണ് ആ ബ്രാഹ്മണൻ ചോദ്യം ചെയ്യുന്നത്. ആരെ? ജഗന്നാഥ് മിശ്രനെ. എവിടെ? സ്വപ്നത്തിലാണ് മിശ്ര പറയുന്നത്. മിശ്ര തുമി പുത്രേര തത്വ കിച്ചു ന ജാന ഹത്സന താടന കര പുത്ര കരിമാന. മിശ്ര തുമി പുത്രേര തത്വ കിച്ചു ന ജാന. എന്താണ് പറയുന്നത്? മിശ്ര, നിനക്ക് നിന്റെ പുത്രന്റെ യഥാർത്ഥ എന്താണ്, ആരാണ് നിന്റെ പുത്രൻ യഥാർത്ഥത്തിൽ നിന്ന് അറിയില്ല. എന്താണ്? തുമി പുത്രേര തത്വ, നിന്റെ പുത്രന്റെ തത്വം. എന്താണ് തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പുത്രൻ, നിന്റെ പുത്രൻ ആരാണ് എന്ന് നിനക്ക് യഥാർത്ഥത്തിൽ അറിയുകയില്ല. ഭർച്ചന താടന കര, ഈ പ്രകാരം അടിക്കുകയും വഴക്കുറയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. പുത്ര കരി മാന, പുത്രൻ എന്ന് വിചാരിച്ചിട്ട് നീ ആരെയാണ് അടിക്കുകയും വഴക്കുറയും ഒക്കെ ചെയ്യണമെന്നാണ് നീ വിചാരിക്കുന്നത്? എന്താ ചോദിക്കുന്നു? മൈ ഡിയർ മിശ്ര, യു ഡു നോട്ട് നോ എനിത്തിങ് അബൌട്ട് യുവർ സൺ. യു തിങ്ക് ഹിം യുവർ സൺ and therefore you rebuke and chastise him. ആര് പറയുന്നു? സ്വപ്നത്തിൽ ബ്രാഹ്മണൻ വന്നിട്ട് പറയുന്നു. അപ്പൊ 86 മിശ്ര കഹേ ദേവസിദ്ധ മുനി കേനെ നയ യേശേ ബഡാ ഹൗ മാത്ര അമരതനയ. മിശ്ര വളരെ സമാധാനത്തോടുകൂടി ബ്രാഹ്മണനോട് പറയുകയാണ്. മിശ്ര കഹേ, മിശ്ര പറഞ്ഞു. ആര്? ജഗന്നാഥ് മിശ്ര പറഞ്ഞു. ദേവസിദ്ധ മുനി കേനെ നയ, ദേവനായാലും ഡെമിഗോഡായാലും സിദ്ധനായാലും മുനിയായാലും ആരായാലും യേശേ ബഡാ ഹൗ മാത്ര അമരതനയ, ഇപ്പോ ഇവിടെ അവൻ എന്റെ പുത്രനാണ്. അവനെ വഴക്ക് പറയേണ്ട, നന്നാക്കേണ്ട കടമ എനിക്കാണ്. ജഗന്നാഥ് മിശ്ര replied, this boy may be a demigod, a mystic yogi, or a great saintly person. It doesn't matter what he is, for I think he is only my son. ഇതാണ് യശോദമാതയുടെ വിചാരം. എന്താണ്? ഞാൻ കൃഷ്ണന് പാല് കൊടുത്തില്ലെങ്കിൽ അവ പട്ടിണി കിടന്ന് ചത്തുപോകൂലേ എന്നാണ് ആര് വിചാരിക്കുന്നത്? യശോദാമാത. പാല് കടലിനകത്ത് കിടന്ന് ആറാടുന്ന ഭഗവാൻ, അതിൻ്റെ അകത്ത് ശയിക്കുന്ന അനന്തശായി ആരാണ്? അദ്ദേഹമാണ് എവിടെ ഇരിക്കുന്നത്? ഒരു ഇത്തിരി പാലിന് വേണ്ടിയിട്ട് യശോദ മാതാവിന്റെ കയ്യിലിരുന്ന് കരയുന്നു. അപ്പൊ യശോദാമാത വിചാരിക്കുന്ന, ഞാന് ഈ കുട്ടിക്ക് പാല് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പാവം അവന് വിശന്ന് തളർന്നു പോകൂലേ എന്ന് വിചാരിക്കും. എന്താണ്? മാതൃവാത്സല്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ആ പാൽക്കടലും വിട്ട് ഇത്തിരി പാലിന് വേണ്ടിയിട്ട് ഈ മാതാവിന്റെ വയറ്റിൽ വന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? ഈ മാതൃവാത്സല്യം കിട്ടാൻ വേണ്ടി. അവിടെ പാൽക്കടലിൽ കിടന്നു കഴിയുമ്പോൾ ഭഗവാൻ മാതൃവാത്സല്യം കിട്ടൂലല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ കൃഷ്ണലീല അതുകൊണ്ടാണ് അത്രയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ടതായി മാറുന്നത്. വേറെ ഒരു ലീലയും ഇത്രത്തോളം മനസ്സിനെ ആകർഷിക്കുന്നത് അല്ല എന്ന് പറയാൻ കാരണം ഇതാണ്. എന്താണ്? നമ്മൾ ആദ്യം, അതുകൊണ്ടാണ് ഈ ദശമസ്കന്ധം വായിക്കുന്നതിന് മുമ്പ് ഇതിന് മുന്നേയുള്ള 9 സ്കന്ധങ്ങൾ നമ്മൾ വായിക്കണം എന്ന് പറയുന്നത്. നേരെ കയറി ദശമസ്കന്ധത്തിൽ വന്ന് കൃഷ്ണൻ യശോദാമാത ദേവകി വസുദേവരുടെ പുത്രനായി പിറന്നു. കൃഷ്ണനെ വസുദേവർ വന്നിട്ട് യശോദാമാതാവിന്റെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് കിടത്തി. അവിടെ നിന്നും പെൺകുട്ടിയെ എടുത്തുകൊണ്ടുപോയി യശോദാമാതാവിന്റെ പുത്രനായി കൃഷ്ണൻ വളർന്നു, മണ്ണ് തിന്നു, പിന്നെ വെണ്ണ മോഷ്ടിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു. ഇതെല്ലാം എന്നിട്ട് തത്വം അറിയാതെയാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? പ്രകൃത സഹജീയ എന്ന് പറയുന്ന ഭാവമാണ് നമ്മളിൽ ഉണ്ടാവാൻ പോകുന്നത്. ഭക്തിരസാമൃത സിന്ധുവിൽ രൂപഗോസ്വാമി പറയുന്നു, എന്താണ് സഹജീയ എന്നത്? വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വികാരമാണ്. നമ്മളുടെ ലെവൽ എന്താണെന്ന് നമുക്കറിയാം. കാലാകാലങ്ങളായിട്ട് ജന്മജന്മങ്ങളായിട്ട് എന്താണ്? ബദ്ധജീവാത്മാക്കളാണ്. അനേകം പിന്നെ എന്താണ്? പുറന്തോടുകളാണ് നമുക്ക്, അനർത്ഥങ്ങളുടെ കട്ടി പിടിച്ചിരിക്കുന്ന പുറന്തോട്. ഇതിനെ പൊട്ടിച്ച് നമുക്ക് എന്താവാൻ പറ്റുന്നില്ല? ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയാക്കാൻ പറ്റണില്ല. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ എന്ത് ചെയ്യും? അവിടെ ആ വിശുദ്ധ സത്വത്തില് വളരെയധികം സുപ്പീരിയർ മോസ്റ്റ്, അതായത് നമ്മളുടെ സുപ്രീം പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യും? ഈ അഴുക്ക് പിടിച്ച നമ്മുടെ അവബോധം കൊണ്ട് അവിടുന്ന് വലിച്ച് ഇങ്ങോട്ടിടും. എന്നിട്ട് നമ്മൾ വിചാരിക്കും കൃഷ്ണൻ എന്റെ ഫ്രണ്ടാണ്. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പത്രത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കൃഷ്ണൻ എന്റെ ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കൃഷ്ണൻ പറഞ്ഞു, ഭഗവത്ഗീതയിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻ എന്റെ ഫ്രണ്ടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. ഇതാണ്
പ്രകൃത സഹജീയ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ വരെ ഉയരാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഭഗവാനെ വലിച്ച് താഴ്ത്തിട്ട് കാര്യമുണ്ട് ഇല്ല. ഭഗവാൻ വന്നിട്ട് അങ്ങനെ താഴ്ത്തിടാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. കാരണം എന്താണ്? അദ്ദേഹം വിശുദ്ധ സത്വമാണ്. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം. ആര് പറയുന്നു? മഹാദേവൻ പറയുന്നു. അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു വരുന്നത്? ദശമസ്കന്ധത്തില് ഈ പ്രകാരം ഭഗവാനെ ആര് എന്തായിട്ട് കണ്ടു? യശോദമാത സ്വന്തം പുത്രനായിട്ട് മാത്രം കണ്ടു. അവന് വിശക്കുന്നത് ഞാൻ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഭഗവാൻ ഒന്നും സംഭവിക്കുകയില്ല. പക്ഷെ യശോദമാത വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഭഗവാൻ ആരാണ്? ലക്ഷ്മി സഹസ്ര ശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി അല്ലേ? അത് ആരൊന്നും കൊടുത്തില്ലെങ്കിലും അവിടെ ഭഗവാന് ആത്മീയ ലോകത്തില് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, സേവനം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാൻ സഹസ്ര ലക്ഷക്കണക്കിന് ലക്ഷ്മിമാരും പിന്നെ ഗോപിമാരും ഒക്കെ വെയിറ്റിംഗ് ആണ്. അതിന് നമ്മൾ ഭക്ഷണം നിവേദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭഗവാൻ. അത് ഭഗവാന്റെ മേഴ്സിയാണ്. എന്ത് നമ്മൾ നിവേദിക്കുന്നത്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിയുപഹൃതം അശ്നാമി പ്രയതാത്മനഃ. ആ ഭക്തി സ്വീകരിക്കുക എന്ന് പറയുന്നത് ഭഗവാൻ നമ്മളോട് ചെയ്യുന്ന ഒരു കാരുണ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത്. ഇതെല്ലാം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഭഗവാൻ പട്ടിണി കിടക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. എന്താണ് അത്? നമ്മളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ആ പ്രസാദം കഴിച്ച് നമ്മളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? പ്യൂരിഫൈഡ് ആകാൻ പോകുന്നത്. അപ്പോ ഇവിടെ ജഗന്നാഥ് മിശ്ര തന്റെ പുത്രനെ തന്റെ പുത്രനായിട്ട് കാണുന്നതിന് കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ പ്യൂരിറ്റി കൊണ്ടാണ്. ആക്ച്വലി അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ അച്ഛനാകാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? അദ്ദേഹത്തിന്റെ പരിശുദ്ധി കൊണ്ട്, അദ്ദേഹത്തിന്റെ അക്വയർ ചെയ്ത ആ ഒരു അദ്ദേഹം അക്വയർ ചെയ്ത് അദ്ദേഹം എറ്റേണൽ ആണ്. ആര്? ചൈതന്യ മഹാപ്രഭുവിന്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്ന ചൈതന്യ ലീലയില് നമ്മൾ വൃന്ദാവനത്തിൽ എങ്ങനെയാണോ യശോദ മയ്യ, എങ്ങനെയാണോ നന്ദബാബ, എങ്ങനെയാണോ വസുദേവ, എങ്ങനെയാണോ ദേവകി മാത, ഇവരെല്ലാവരും എപ്പോഴും ഭഗവാൻ അവതരിക്കുമ്പോ ഭഗവാന്റെ അച്ഛനും അമ്മയുമായിട്ട് വരുന്നത്, അതേപോലെ തന്നെ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിലും എറ്റേണലി ഇവർ ചൈതന്യ മഹാപ്രഭുവിന്റെ അച്ഛനും അമ്മയുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ യോഗമായ ചൈതന്യ മഹാപ്രഭുവിന്റെ മഹത്വത്തെ കുറിച്ച് പിന്നീട് മാത്രമേ ആർക്ക് മനസ്സിലാവുകയുള്ളൂ? ഈ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവും. കുട്ടിയായിരുന്ന സമയത്ത് മനസ്സിലാവുകയില്ല. തന്റെ പുത്രനെ വഴക്ക് പറയേണ്ട ആവശ്യം തന്റെയാണ് എന്നാണ് ആര് പറയുന്നത്? ജഗന്നാഥ് മിശ്ര ഇവിടെ പറയുന്നത്. നോക്കാം നമുക്ക് എന്ത് പറയുന്നു മിശ്ര. പുത്രേര ലാലന ശിക്ഷ പിതര സ്വധർമ്മ അമിന ശിഖാലെ കൈച്ചേ ജാനീബേ ധർമ്മ മർമ്മ. പുത്രേര ലാലന ശിക്ഷ പിതര സ്വധർമ്മ അമിന ശിഖാലെ കൈച്ചേ ജാനീബേ ധർമ്മ മർമ്മ. എന്താണ്? പുത്രേര ലാളന ശിക്ഷ. പുത്രനെ ലാളിക്കുന്നതും ശിക്ഷിക്കുന്നതും പിതര സ്വധർമ്മ, പിതാവിന്റെ ധർമ്മമാണ്. നല്ല വാക്ക് പറഞ്ഞു കൊടുത്ത് കുട്ടികളെ നന്നായിട്ട് വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ അവര് എന്ത് ചെയ്യും? വഴിതെറ്റി പോകും. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അമ്മയ്ക്കും അച്ഛനുമാണ്. എന്താണ് നമ്മൾ പറയുന്നത്? ഒരു ജീവാത്മാവിനെ ഭൂമിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? വിളിച്ചു വരുത്തുന്നു. നമ്മളുടെ ഗർഭത്തിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ മകനായി മകളായി വന്നിട്ട് ഭൂമിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. ആ ജീവാത്മാവിനെ ധർമ്മത്തില് ഉയർന്ന് പരിശുദ്ധ ഭക്തനായി മാറാനുള്ള അവസരം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്റെ ഡിപ്പെൻഡൻസിനെ അങ്ങനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ അങ്ങനെയല്ലേ പറയുന്നത്? ഡിപ്പെൻഡൻസിനെ, തന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ മുക്തിക്ക് അർഹരാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു രാജാവോ അമ്മയോ അച്ഛനോ ഗുരുവോ ആകാൻ യോഗ്യരേ അല്ല. കാരണം ഈ ഡിപ്പെൻഡൻസിനെ ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെയും രാജാവിന്റെയും ഗുരുവിന്റെയും ഒക്കെ കടമ. അപ്പോ ഇത് ചൈതന്യ മഹാപ്രഭു ഈ ഒരു ജഗന്നാഥ് മിശ്ര എന്താണ് ഈ കാര്യം പറയുന്നത്? പുത്രനെ ലാളിക്കുന്നതും ശിക്ഷിക്കുന്നതും പിതാവിന്റെ സ്വധർമ്മമാണ്. അമീന ശിഖാലെ കൈച്ച് ജാനീബ ധർമ്മ മർമ്മ. ഞാൻ അവന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ ധർമ്മത്തിനെ കുറിച്ച് അവൻ എങ്ങനെയാണ് അറിയുന്നത്? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ ഫാദർ ടു എഡ്യൂക്കേറ്റ് ഹിസ് സൺ in both religion and morality. If I do not give him this education, how will we know of it? How will he know of it? ചോദിച്ച ആളാരാണ്? സ്വപ്നത്തിലെ ബ്രാഹ്മണനാണ് ചോദിക്കുന്നത്. ഇനി ചോദിച്ചത് ആരെ കുറിച്ചാണ്? സ്വന്തം പുത്രനെ കുറിച്ച്.
ഇപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു കൊടുക്കും ആരാണ്. വിപ്രകഹേ പുത്രയതി ദൈവ സിദ്ധ ഹോയ സ്വതസിദ്ധ ജ്ഞാന തപേ ശിക്ഷ വ്യർത്ഥഹയ. എന്താണ്? വിപ്രകഹേ പുത്രയതി ദൈവ സിദ്ധ ഹോയ ആ സ്വതസിദ്ധ ജ്ഞാന തപേ ശിക്ഷ വ്യർത്ഥഹയ. അപ്പൊ എന്താണ് വിപ്രൻ പറയുന്ന സ്വപ്നത്തില്? പുത്രയതി ദൈവസിദ്ധ ഹോയ, പുത്രൻ യഥാർത്ഥത്തിൽ അതീന്ദ്രിയനാണെങ്കിൽ സ്വതസിദ്ധ ജ്ഞാന, അവന് സ്വതസിദ്ധമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകും. തവേ ശിക്ഷ വ്യർത്ഥ ഹോയ, പിന്നെ നീ അടിക്കുന്നത് വ്യർത്ഥമായി പോവുകയില്ലേ. Brahmana replied, if your son is transcendental mystic boy with self-effulgent perfect knowledge, what is the use of your education? The Brahmana, Jagannath Mishra, saw in his dream, told him that his son was not an ordinary human being. If he were a transcendental person, he would have self-effulgent knowledge, and thus there would be no need to educate him. ജഗന്നാഥ് മിശ്രയോട് പറയുകയാണ്, നിന്റെ പുത്രൻ സ്വതസിദ്ധമായിട്ടും അതീന്ദ്രിയനാണെങ്കിൽ, അതീന്ദ്രിയമായിട്ടുള്ള വ്യക്തിത്വം ഉള്ളവനാണെങ്കിൽ പിന്നെ നീ അടിച്ചു മഴക്ക് പറഞ്ഞൊക്കെ അവനെ പഠിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ജഗന്നാഥ് മിശ്ര ആരോട് ചോദിക്കും? ബ്രാഹ്മണൻ സ്വപ്നത്തിൽ വന്നിട്ട് ജഗന്നാഥ മിശ്രയോട് ചോദിക്കുകയാണ്. അപ്പൊ എന്ത് പറയുന്നു? മിശ്രകഹേ പുത്രകേനേ നാഹേ നാരായണ തഥാപി പിതര ധർമ്മ പുത്രേര ശിക്ഷണ. ജഗന്നാഥ് മിശ്ര വിട്ടുകൊടുക്കും? ഇല്ല. മിശ്രകഹേ പുത്രകേനേ നാഹേ നാരായണ തഥാപി പിതര ധർമ്മ പുത്രേര ശിക്ഷണ. എന്ത് പറഞ്ഞു ജഗന്നാഥ് മിശ്ര? മിശ്രകഹേ പുത്രകേനേ നാഹേ നാരായണ. എന്താണ്? ഈവൻ ഇഫ് മൈ സൺ ഇസ് നോട്ട് എ കോമൺ മാൻ ബട്ട് നാരായണ, തഥാപി still pitara dharma, it is the duty of a father putrera shikshana to instruct his son. അതാണ് ജഗന്നാഥ് മിശ്ര പറയുന്നത്. എന്താണ് പറയുന്നത്? even if my son is not a common man but narayana, still it is the duty of a father to instruct his son. ജഗന്നാഥ് മിശ്ര ഒരിക്കലും വന്നിട്ട് ആ ചെറുപ്പകാലത്ത് നിമായി ദൈവമാണെന്ന് വിചാരിച്ചിട്ട് എന്ത് വികൃതിത്തരങ്ങളും വേണം ചെയ്തോട്ടെ എന്ന് ചെയ്തിരുന്നില്ല. നന്ദബാബയും യശോദമാതയും അങ്ങനെ ചെയ്തിരുന്നില്ല. എന്ത് ചെയ്തു? അവരെല്ലാവരും ആ ട്രാൻസെൻഡന്റൽ അതീന്ദ്രിയ പാസ്റ്റ് ടൈംസ് ലീലകൾ വന്നിട്ട് എന്ത് ചെയ്തിരുന്നു? ആസ്വദിച്ചിരുന്നു. ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ഇവിടെ എല്ലാം പോയിട്ട് വെണ്ണ മോഷ്ടിക്കും. യശോമാതാവിന് എന്ത് ചെയ്യും? യശോദമാതാവ് ദീപാവലി ദിവസം ചിന്തിച്ചു, ഞാൻ ഉണ്ടാക്കി വെക്കുന്ന വെണ്ണയ്ക്ക് ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ ഇനി കൃഷ്ണൻ പോയി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വെണ്ണ മോഷ്ടിക്കുന്നത്? അതുകൊണ്ട് യശോദ മാതാവ് സ്വന്തം കൈകൊണ്ട് പത്മഗന്ധ പശുക്കൾ, അതായത് അവരുടെ പാലിന് പത്മഗന്ധം എന്ന് പറയുന്ന താമരപ്പൂവിന്റെ മണമുള്ള പാല് ചുരത്തുന്ന പശുക്കളുണ്ട്, സ്പെഷ്യൽ പശുക്കൾ. അതിന് സ്പെഷ്യൽ പുല്ലൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്? അതിനെ വളർത്തിക്കൊണ്ട് വരികയാണ് കൃഷ്ണന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ യശോദമാതയ്ക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്ദറാണിയാണ്. നന്ദറാണി ആരാണ്? നന്ദ മഹാരാജാവിന്റെ ഭാര്യയാണ്, നന്ദറാണിയാണ്. ആ മാതാക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടം പോലെ ദാസിമാരുണ്ട്. എന്താണ്? അങ്ങനെ പത്മഗന്ധ പശുക്കൾക്ക് കൊടുത്ത് അവർക്ക് സ്വന്തം കൈകൊണ്ട് പാല് കറന്ന് ദീപാവലിക്ക് ഒരു ദിവസം ഒരു വലിയ കലത്തിൽ ഈ പാലൊക്കെ എന്ത് ചെയ്യുന്നു? തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. ആ കലം വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ആ കലം എന്താണെന്നറിയാമോ? ആ കലം വന്നിട്ട് യശോദ മാതാവിന് അമ്മയുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനമായിട്ട് കിട്ടിയതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കല. അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം ദീപാവലിക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ പാല് വന്നിട്ട് അടുപ്പില് അതിനകത്ത് വന്നിട്ട് പാല് കറന്ന് അതിനെ തൈരായിട്ട് ഉറയൊഴിച്ച് ഈ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ദധി നിർവഞ്ചനെ കാലേ. അപ്പോഴാണ് എന്ത് ചെയ്തത്? ഭഗവാൻ വന്നിട്ട് ഈ പ്രകാരം മടിയിൽ വന്നിരുന്നതും കടകോലിൽ പിടിച്ചതും നിർത്തുന്ന് പറഞ്ഞതും യശോദമാത താഴെ വെച്ചിട്ട് ഓടിപ്പോയതും. അപ്പോഴാണ് തിരിച്ചു വന്നപ്പോ അതേ കുടം തന്നെ പൊട്ടിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് യശോദമാത എന്ത് ചെയ്തു? എന്റെ മകൻ ഈശ്വരനാണെന്ന് പറഞ്ഞ് അത് എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞിരുന്നു. ഇല്ല, പിന്നാലെ ഓടി. എന്താണ്? ആ ബട്ടർ തീഫിന്റെ പിന്നാലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്ത് എന്താണ് ചെയ്തത് കൃഷ്ണൻ? അതിനകത്തെല്ലാം ഉരുണ്ട് പിറണ്ട് നടന്ന് കാലയിലെല്ലാം വന്നിട്ട് വെണ്ണയൊക്കെ ആക്കിയിട്ട് ആ വെണ്ണക്കാലം കൊണ്ടാണ് ഓടി നടക്കുന്നത്. എന്നിട്ട് എവിടെയൊക്കെ പോയോ ആ ബട്ടർ ഫുട് പ്രിന്റ്സ് അവിടെ എല്ലാം പോയി. യശോദമാത പിന്നാലെ പതുങ്ങി ചെന്നിട്ട് എന്ത് ചെയ്തു? കൈയോടെ പിടിച്ചു. എന്നിട്ട് തക്ക ശിക്ഷയും കൊടുത്തു. എന്താണ്? ഉരലിൽ പിടിച്ചു കെട്ടാൻ വേണ്ടി നോക്കി. അപ്പോ അത് പരമദിവ്യോത്തമ പുരുഷനാണെങ്കിലും അതിലൊന്നും കാര്യമൊന്നുമില്ല. എന്താണ്? മകൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കേണ്ട കാര്യം ആർക്കാണ്?
മാതാപിതാക്കൾക്കാണ് ഉള്ളത് എന്നാണ് എന്ന് പറയുന്നത് ഇവിടെ ജഗന്നാഥ് മിശ്ര പറയുന്നത്. പുത്രൻ സ്വയം നാരായണനാണെങ്കിലും കാര്യമൊന്നുമില്ല. എന്താണ് അത്? പുത്രനെ ശിക്ഷിക്കേണ്ട കാര്യം അല്ലെങ്കിൽ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തേണ്ട കാര്യം എന്താണ്? ഞങ്ങൾക്ക് തന്നെയാണ്. ഈ കാലത്ത് വളരെ അത്യാവശ്യമാണ്. എന്താണ്? പുത്രന്മാർക്കും പുത്രിമാർക്കും നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തേണ്ടത്. പക്ഷെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നല്ലത് എന്താണെന്ന് ആദ്യം ആര് പഠിക്കണം? മാതാപിതാക്കൾ. വസുദേവ ദേവകി മാതാക്കന്മാർക്കും നന്ദബാബ യശോദ മാതാവും എറ്റേണലി എന്താണ്? നിത്യസിദ്ധ ഡിവോട്ടീസ് ആണ്. പിന്നെ ജഗന്നാഥ് മിശ്ര ഹജി മാതാന്റെ കാര്യവും പറയാനില്ല. അവരൊക്കെ ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പരമദിവ്യോത്തമ പുരുഷനാണ് അവരുടെ മുന്നിൽ വന്ന് കുട്ടിയായിട്ട് കളിക്കുന്നത്, ബാല്യലീലകളാടുന്നത്. നമ്മളുടെയൊക്കെ വീട്ടിൽ വളരുന്നത് ആരാണെന്ന് അറിയാമോ? അങ്ങനെയൊന്നുമല്ല. സ്പെഷ്യൽ ആയിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ജീവാത്മാക്കളാണ്. എന്തിനാണ്? ഭഗവാൻ വളരെ കാരുണ്യപൂർവം നമുക്ക് ഓരോരോ മക്കളെ തന്നിരിക്കുന്നത് ഈ പ്രകാരം സനാതന ധർമ്മത്തെ വളരെയധികം എന്താണ് ഡീപ്പായിട്ട്. നമ്മളുടെയൊക്കെ എത്ര വർഷം പോയിരുന്നു? നമ്മളൊക്കെ കൃഷ്ണബോധത്തിൽ വളരുന്നത് 25 വയസ്സൊക്കെ വരുമ്പോഴാണ്. അത്രയും സമയം നമ്മൾ വേസ്റ്റ് ആക്കിയെന്നാണ്. പക്ഷെ നമ്മളുടെ കുട്ടികള് പ്രഭുപാദിന്റെ പുസ്തകങ്ങളും പ്രഭുപാദിന്റെ ഡേറ്റീസും ഭഗവാന്റെ ഡേറ്റീസും ഭഗവാന്റെ അർച്ച വിഗ്രഹവും പിന്നെ കീർത്തനവും പ്രസാദവും മാത്രം കഴിച്ച് വളരാൻ വേണ്ടിയിട്ട് കയ്യിൽ വന്നുപെടുന്ന കുട്ടികളാണ്. അവർക്ക് അത് കോൺഷ്യസ്ലി അവരെ അതിന്റെ എന്താണ് ഇമ്പോർട്ടൻസ്, പ്രാധാന്യം മനസ്സിലാക്കി വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നതാണ് ഓരോ ഭക്തന്മാരായിട്ടുള്ള അച്ഛന്റെയും അമ്മയുടെയും കടമ. അതിനു വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും അത് ഭക്തൻ വന്നിട്ട് എന്തായിട്ട് എടുക്കണം? ഒരു ഓസ്റ്ററിറ്റി, തപശ്ചര്യയായിട്ട് എടുക്കണം. കാരണം ഈ ജീവാത്മാക്കൾ ആരാണ്? ഈ ജീവാത്മാക്കൾ സ്പെഷ്യൽ ആൾക്കാരാണ്. അല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ വീട്ടിൽ വന്ന് ജനിക്കാനോ ഭഗവാനെ കാണാനോ ഇത്ര ചെറുപ്പത്തിലേ വന്നിട്ട് ഭക്തി അഭ്യസിപ്പിക്കാനോ ഉള്ള ഇത് കിട്ടുകയില്ല. 12 വയസ്സ് വരെ നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്യാം? സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാം. 12 വയസ്സ് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നിർബന്ധപൂർവ്വം പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം 12 വയസ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ളതാകും. കുട്ടികളാകുമ്പോൾ അവർക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ നിഷ്കളങ്കരാണ്. നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് അവരെ എന്ത് ചെയ്യും? അവര് റിഫ്ലക്സിലി വന്നിട്ട് എന്ത് ചെയ്യും? അവര് അതെല്ലാം ക്യാരി ഔട്ട് ചെയ്യും. പക്ഷെ അതിനുശേഷം വന്നിട്ട് അവരെ എല്ലാം അഭ്യസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ തപശ്ചര്യയിലുള്ള പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് നോക്കാം 90. ഏമതേതുനെ കരേണ ധർമ്മേര വിചാര വിശുദ്ധ വാത്സല്യ മിശ്രേര നഹി ജാനെ ആര. In this way, Jagannath Mishra and Brahmana discussed the principles of religion in the dream. Yet Jagannath Mishra was absorbed in unalloyed parental mellow and did not want to know anything else. ഇവിടെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്, Lord Krishna, the supreme personality of Godhead, who is worshipped with exalted hymns by all the Vedas and Upanishads and by great personalities through Sankhya Yoga in the mode of goodness, was considered by Mother Yashoda and Nanda to be their own little son. ഏത് ശ്ലോകം? ഏത് ശ്ലോകം? അത് നമുക്ക് അടുത്ത തവണ ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി അത് 10:8:45. ഹരിഹി സാധാരണാത്മജം. ഇതിന്റെ ലാസ്റ്റ് പാർട്ട് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സിമിലർലി Jagannath Mishra also considered Lord Chaitanya Mahaprabhu his beloved little boy, although he is worshipped with all veneration by learned brahmanas and saintly persons. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ബാല്യകാല ലീലകളിലെ ഒരു ചെറിയ ഒരു സംക്ഷിപ്തം. 90 വരെ നമ്മൾ ഇന്ന് വായിക്കാം. നമ്മുടെ സമയം 6 മണിയായി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ലീലകൾ എന്ന് പറയുന്നത് വളരെ ഹൃദയംഗമമാണ് എന്ന് ഈ വിവരണങ്ങൾ കൂടി നമുക്ക് മനസ്സിലാകും. പക്ഷെ ഇതൊക്കെ വായിച്ചാലേ നമുക്ക് ഇത് എത്രത്തോളം ഹൃദ്യമാകുമെന്ന് മനസ്സിലാവുകയുള്ളൂ. ചൈതന്യ മഹാപ്രഭുവിന്റെ ബാല്യകാല ലീലകളെ കുറിച്ച് ചൈതന്യ ഭാഗവതത്തിൽ ഒരുപാട് വിവരിച്ചിട്ടുണ്ട്. ഇനി ഒരു അവസരത്തിൽ സമയം കിട്ടുമ്പോൾ നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ചെറിയ ഒരു സമയപരിമിതിക്കുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വീണ്ടും നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ, കാരണം ഗൗഡീയ വൈഷ്ണവിസം സമ്പ്രദായത്തില് പരമ്പരയിൽ വരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം വന്നിട്ട് സങ്കീർത്തന പ്രസ്ഥാനം എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രചരിപ്പിക്കാൻ വേണ്ടി അവതരിച്ചിരിക്കുകയാണ്.
ആ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പരമ്പരയിലുള്ള ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് പഠിക്കുക? ആരാണ് ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കുക? അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ് ചൈതന്യ ചരിതാമൃതം വായിക്കുക എന്നുള്ളത്. ഒന്നല്ല, ഒരു 100 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും എവിടെ നിന്നെങ്കിലും നമ്മൾക്ക് എന്താണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഭാഗവതത്തെ പോലെ തന്നെയാണ് ചൈതന്യ ചരിതാമൃതവും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. 90 വരെ എടുത്തിട്ടുണ്ട് മാതാജി. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും സംശയം? ഈ ബുക്ക് കിട്ടുന്ന സ്ഥലം എവിടെ? പ്രഭു കേൾക്കുന്നില്ല, ഒന്നുകൂടി പറയുമോ? ചൈതന്യ ചരിതാമൃതം എവിടെ നിന്ന് കിട്ടുന്ന പ്രഭു ചോദിക്കുന്നേ? നമ്മുടെ ഇസ്കോൺ ട്രിവാൻഡ്രത്തിലുണ്ട് പ്രഭു. പ്രഭുവിന്റെ നമ്പർ തന്നാല് നമ്മള് അതുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് പ്രഭുവിന് അത് എത്തിച്ചു തരാനുള്ള സംവിധാനം ഉണ്ടാക്കാം. ഞാൻ ഈ മെസ്സേജ് ഇടുന്ന നമ്പറിലോട്ട് പ്രഭു ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. പ്രഭുവിന് അതിനുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് തരാം പ്രഭു. ഹരേ കൃഷ്ണ. ഗൗരപ്രിയ മാതാജി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? മാതാജി ഒരുപാട് വായിക്കുന്നതാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ മാതാജിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാൻ 1-2? ഗൗരപ്രിയ സച്ചി മാതാജി. പ്രത്യേകിച്ച് ആഡ് ചെയ്യാനൊന്നും ഇല്ല മാതാജി, കേട്ടോണ്ടിരിക്കുവായിരുന്നു. ആ ചൈതന്യ ഭാഗവതം പറഞ്ഞ് പ്രലോഭിപ്പിക്കണ കുറച്ച് 2-3 ആഴ്ചയായി. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു ബാല്യലീല തീർന്നു കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ സെഷൻ എടുക്കാം. ചൈതന്യ ഭാഗവതം ഞാൻ വായിക്കുന്നുണ്ട് മാതാജി. എനിക്ക് സുശാന്ത് പ്രഭു വായിച്ചിട്ട് പറഞ്ഞു ചൈതന്യ ഭാഗവതം, ഒരു ചെറിയ ബുക്കുണ്ട്, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് വൃന്ദാവൻ ദാസ് ഠാക്കൂറിന്റെ ചൈതന്യ ഭാഗവത്. ഇത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഒരു 350 രൂപ എന്തോ ഉള്ളൂ ഇതിന്. ഇംഗ്ലീഷാണ്, വളരെ സിമ്പിൾ. ഇതിനകത്ത് ശ്ലോകമൊന്നും അല്ല. ഇത് ചൈതന്യ ഭാഗവതം പറഞ്ഞ് വലിയ സാധനം കിട്ടും. ഒരു 4 ബുക്കുള്ള ഒരു ഇത് കിട്ടും. ആദിലീല മറ്റേ ഇതൊക്കെ ഉള്ളത്. പക്ഷെ ഇത് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനോ വലിയ ഫിലോസഫിയോ ഒന്നും ഇല്ലെങ്കിലും ഇതിന്റെ അകത്ത് ഫസ്റ്റ് ടൈംസ് ഒരുപാടുണ്ട്. ഇത് ഞാൻ വന്നിട്ട് വായിച്ചു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. എനിക്ക് ഇത് റിട്ടൺ ബൈ ആരാ മാജി? എന്തോ ഇതിന്റെ ഓഥർ ആരാ മാജി ഈ ബുക്കിന്റെ? ഇതോ ഈ എഡിഷന് പൂർണ്ണപ്രജ്ഞ പ്രഭു, നമ്മുടെ മഹാഭാരതം. ഓക്കെ മാജി. അതെ അതെ, മനസ്സിലായി. അത് ജസ്റ്റ് നറേഷൻ മാത്രമാണ്. അദ്ദേഹം മഹാഭാരതം അതുപോലെ തന്നെയാണ്. അത് ചെറിയ ചെറിയ പിന്നെ എന്താണ് ഡിസ്കഷൻസുമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും മെയിൻലി വ്യാസമഹാഭാരതം വന്നിട്ട് ഒരു ചെറിയ കൺസൈസിലായിട്ട് എഴുതിയേക്കുന്നതാണ്. ഇതും അതുപോലെ തന്നെയാണ്. ചൈതന്യ ഭാഗവതം വലുതാണ് യഥാർത്ഥത്തിൽ, ഒരുപാട് ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇദ്ദേഹം അതിനെ സംക്ഷിപ്തമായിട്ട് നമുക്ക് ആസ്വാദികരമായിട്ടുള്ള രീതിയിൽ വന്നിട്ട് നറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ വായിച്ചു, അതിനകത്ത് ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ശ്ലോക, ടൈം, പിന്നെ സമയം ഇതെല്ലാം വന്നിട്ട് നമുക്ക് നോക്കണമല്ലോ. അതുകൊണ്ടാണ്. ശരി, ഞാൻ അടുത്ത തവണ എടുക്കുമ്പോൾ ചൈതന്യ ഭാഗവത്തില് ബാല്യകാല ലീലകളെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വേണമെങ്കിൽ അതാക്കാം. പക്ഷെ അപ്പോഴേക്കും പൗഗണ്ഡ ലീല എത്തത്തേ ഉള്ളൂ, കുഴപ്പമില്ല. നമുക്ക് ബാല്യകാല ലീലകൾ തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പറയൂ മാതാജി. ചെറിയൊരു തമാശ ഇതിനിടയിൽ, ചെറിയ തമാശ. മാതാജി ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു. സാധാരണ ഇപ്പൊ നിങ്ങളെ ഏജിലുള്ളവർക്കൊന്നും പഴഞ്ചൊല്ലുകളൊന്നും അറിയില്ലല്ലോ. ഒന്നേ ഉള്ളെങ്കിലും ഒലയ്ക്ക് കിടക്കണം എന്നൊക്കെയാണല്ലേ. അതൊക്കെ അമ്മ പണ്ടത്തെ ഞങ്ങളെ പോലുള്ളവർക്ക് ഇതൊക്കെ അറിയാം, നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ മാതാജി പറഞ്ഞ അപ്പൊ ഒരു തമാശ ഈ ചൊല്ലി ഞാനും പറയാറുള്ളതാണ്. ഇതിന്റെ ശരിയായ ആശയം എന്താണ് മാതാജി? അതായത് ഒന്നാണെങ്കിൽ ഒലക്ക കൊണ്ടടിക്കണമെന്നോ, അതേ ഒന്നേ ഉള്ളെങ്കിലും ഒലക്ക കൊണ്ടടിച്ചു പഠിക്കണം. അത് നല്ല കാര്യമായിട്ട് തന്നെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് മാതാജി. ഇതിപ്പോ ജഗന്നാഥ് മിശ്ര പറഞ്ഞതുപോലെ എന്റെ മകൻ നാരായണനാണെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശിക്ഷിക്കേണ്ട ആവശ്യം എന്റെ തന്നെയാണ്. എന്നാലേ അവന്, പിന്നെ അല്ലാതെ ആരാണ് അവന് ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് ആര് ചോദിച്ചു? ജഗന്നാഥ് മിശ്ര ചോദിച്ചു ആ ബ്രാഹ്മണനോട്. അതേപോലെ തന്നെ നമ്മൾ ജഗന്നാഥ് മിശ്രയോ നമ്മുടെ വീട്ടിലുള്ള കുട്ടി നാരായണനോ അല്ല. നമ്മൾ രണ്ടുപേരും വന്നിട്ട് ബദ്ധജീവാത്മാക്കൾ തന്നെയാണ്. ആദ്യം നമ്മൾ പഠിക്കുക. അതാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്, ഭാരതഭൂമിത്തെ മനുഷ്യ ജന്മയാറ ജന്മസാർത്ഥക കരി. ആദ്യം നമ്മൾ ഇതൊക്കെ വായിച്ചു പഠിക്കണം. എന്നിട്ട് വേണം നമ്മള് നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടി അസുരന്മാർക്ക് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് അവരെ ഭക്തന്മാരാക്കി മാറ്റാൻ വേണ്ടി. പഴഞ്ചൊല്ലുകൾ കുറെ പഴഞ്ചൊല്ലുകൾ പറയുന്നുണ്ട്. പിന്നെ കറിവേപ്പില നുള്ളി വളർത്തണം,
പെൺകുട്ടികളെ അടിച്ചു വളർത്തണം ഇങ്ങനെയൊക്കെ പറയും മാതാജി. ഇപ്പോഴത്തെ പിള്ളേര് പറഞ്ഞാൽ ഈ അമ്മമ്മയ്ക്ക് എന്തെന്ന് ആ ചോദിക്കും. ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെ പെമ്പിള്ളേരെ അടിച്ചു വളർത്തണം എന്ന് ചോദിച്ചാൽ മാജിയുടെ അടുത്ത് ചോദിക്കും അത് ആമ്പിള്ളേരെ അടിക്കണ്ടേന്ന് ചോദിക്കും. ഫെമിനിസം അതുകൊണ്ടാണ് ഞാൻ ഒന്നേ ഉള്ളൂ ഇങ്ങനെ വിളിക്കടിച്ചിരുന്നത്. അത് രസികയും പിന്നെ എന്താണ് ശുഭാംഗിക്ക് വേണ്ടിയിട്ടും പ്രത്യേകം ശുഭാംഗി രസിക നമ്മള് ഹരകൃഷ്ണൻ കൂടുതൽ ലാളിച്ച് അങ്ങനെയൊക്കെ വളർത്തുന്നതുകൊണ്ടാണ് ഈ കുട്ടികൾ ഇപ്പോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ തന്നെ അവര് ഒരുപാട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ നല്ലപോലെ അടി ദേഷ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്റെ മക്കളെ ഞാൻ അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ മോള് പറയായിരുന്നു അച്ഛൻ്റെ അടുത്ത് നിന്ന് ചീത്ത കേട്ട് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഏത് വീട്ടിൽ ചെന്നാലും ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല, വഴക്ക് കേൾക്കേണ്ടി വരില്ല. അതുപോലെ ഈ ചെറിയ കുട്ടികളാവുമ്പോ തന്നെ ആണെങ്കിലും ഈ നമ്മൾ അവരെ ആവശ്യത്തിൽ കൂടുതൽ ലാളിക്കുകയും വേണ്ട സമയത്ത് ശിക്ഷണവും ആവശ്യം തന്നെയാണ്. അങ്ങനെ ആവാത്തോണ്ടാണ് അവർക്ക് വേറെ പ്രശ്നങ്ങൾ വരുമ്പോ അവർക്ക് പെട്ടെന്ന് അതിനെ ഫേസ് ചെയ്യാൻ പറ്റാണ്ടെന്ന് അവര് ഇതായി പോകുന്നത്. ഇതിന്റെ ഒരു പ്രധാന കാരണം അതാണ്. ഓവർ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, ലാളനയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഒരു കാര്യം അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതേ മാതാജി, ഹരേ കൃഷ്ണ. ജയസാക്ഷി പ്രഭുവിന്റെ ക്ലാസ്സിൽ ഒരു ദിവസം ഞാൻ കേട്ടതാണ്. അതായത് ഇന്നത്തെ കുട്ടിയൊക്കെ, അതായത് പണ്ട് കാലത്ത് അത് കുറെ വിവരം, കുറെ നീണ്ട ഒരു വയസ്സാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ട് കാലത്ത് ആൾക്കാർക്കൊക്കെ എല്ലാത്തിനും, കുട്ടികൾക്കൊക്കെ എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. വസ്ത്രമാകട്ടെ, ഭക്ഷണമാകട്ടെ, പഠന സൗകര്യങ്ങളാകട്ടെ, ഇതെല്ലാം. ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ചെറിയ ദുഃഖം പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വളർച്ചയാണ് ഇന്നത്തെ കുട്ടികളുടെ. ഇന്നിപ്പോ നമുക്ക് മക്കളോടൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. നമുക്കിനി 7 മണിക്ക് അതന്നെ 3/4 മണിക്കൂർ കഴിഞ്ഞ് ഒന്നും കൂടെ കാണാം. അതെ മാജി ഇന്ന് ഞാൻ ഹോൾസെയിൽ എടുത്തേക്കാണ്. വീണ്ടും നമ്മുടെ ഡിസ്കഷന് കാണാം. ഒരു ചെറിയ ഗ്യാപ്പ് നിങ്ങൾക്ക് തന്നേക്കാം. ആ ഗ്യാപ്പിൽ ഞാൻ ഇച്ചിരി ഭഗവത്ഗീത ഒന്നും കൂടെ വായിച്ച് റെഡിയാക്കി വെക്കാം. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. പ്രണാം മാജി. ഹരേ കൃഷ്ണ.